ഒന്നെങ്കിൽ നമ്മുടെ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ സ്റ്റാൻഡ്. 100% ഹണി റോസിനെ വിമർശിച്ചതിന് 0.01% പോലും എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഇനിയും വിമർശനം തുടരും, ഇനിയും സോഷ്യൽ ഓഡിറ്റ് തുടരും. ബോച്ചയുടെ ഒരുപാട് പരിപാടികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാർക്ക് പുള്ളി വീട് വെച്ച് കൊടുത്തു, 1000 ആൾക്കാർക്ക് ജോലി കൊടുത്തു, ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മുടെ രക്തദാനത്തിലേക്ക് കൊണ്ടുപോകും. ഇനോഗ്രേഷൻ ഒക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, റെസ്പെക്ട്ഫുൾ ഡ്രസ്സ് വേണമെന്ന്. ഞാൻ ഈ ഹണി റോസിനെ മാത്രം പറയുന്നതിൽ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ അമല പോൾ, ഇവിടുത്തെ സെന്റ് ആൽബർട്ട്സ് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഒരു പക്ഷേ ഇമേജ് ശ്രദ്ധിച്ചു കാണും. അതായത് ഭയങ്കര ലോ നെക്ക് ലൈനും ഭയങ്കര ഷോർട്ട് ഡ്രസ്സും ഇട്ട് പോകുമ്പോൾ അതൊരു പബ്ബിൽ പോകുന്ന ഡ്രസ്സാണ്. പുരുഷന്റെ സെക്ഷുവാലിറ്റി കൂടുതൽ വിഷ്വലാണ്, സ്ത്രീയുടെ സെക്ഷുവാലിറ്റി കൂടുതൽ മെന്റലാണ്. അപ്പൊ സ്ത്രീ ശരീരത്തെ ഓവർ സെക്ഷുവലൈസ് ചെയ്യുന്ന, കമോഡിഫൈ ചെയ്യുന്ന, വസ്തുവൽക്കരിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ നാട്ടിലുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കാൻ ബിക്കിനിട്ട പെൺകുട്ടികളെ കൊണ്ടുവന്നാണ് ഇവിടെ വിൽക്കാൻ ശ്രമിക്കുന്നത്. IPL ക്രിക്കറ്റിന് 4 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റിന്റെ 4 അല്ല കാണിക്കുന്നത്, ഏറ്റവും കുട്ടിയുടുപ്പെടുന്ന സ്ത്രീകൾ വ്യത്യസ്ത മോശമായ ക്യാമറ ആംഗിളിൽ നിന്ന് വെച്ചെടുക്കുന്നതാണ്. 193 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ രക്തദാനത്തിന് ആൾക്കാരെ പ്രേരിപ്പിച്ച ഒരാൾ നമ്മുടെ നാട്ടിലുള്ള ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയാണ്. ഞാൻ ഇങ്ങനെ 5 ഡയലോഗായിട്ട് ഹണി റോസിനെ ഇങ്ങനെ പറയാൻ ഹാഷ്മി പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഒരു ക്ലിപ്പ് കാണിക്കാം. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇവർ തമ്മിലുള്ള ഫൈറ്റ് ക്ലിപ്പാ. ഹാഷ്മി പണ്ടത്തെ ഏതോ ക്ലിപ്പൊക്കെ എടുത്ത് കാണിച്ച് ചെറിയൊരു വീഡിയോ കാണിച്ചോളൂ. ആ വിമർശനങ്ങളെ ബഹുമാനപുരസ്സരം ഉൾക്കൊള്ളുന്നു. നമ്മുടെ നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി വ്യാജ പരാതി ഉന്നയിച്ചു. അതിനുശേഷം പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഡേറ്റ് എന്താ മാറിപ്പോയത്? ആ പെൺകുട്ടി TV ഇരുന്ന് പറയുകയാണ്, ഞാൻ ഉറക്കപ്പിച്ചിന്റെ ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടിക്കെതിരെ ഇതുവരെ പോലീസ് ഒരു പരാതി എടുക്കുന്നില്ല, FIR ഇടുന്നില്ല. അപ്പൊ നാളെ ഞങ്ങൾ ആണുങ്ങൾക്ക് നേരെ അങ്ങനെ വ്യാജ പരാതി വന്നാൽ നമ്മൾ പെട്ടുപോകും. പുറത്തുപോയി പഠിക്കണമെന്നും ജോലി ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? കുറഞ്ഞ ചെലവിൽ ജർമ്മനിയിൽ പോകാം, സൗജന്യമായി പഠിക്കാം. പഠനത്തോടൊപ്പം ജോബ് സീക്കർ വിസയും നിങ്ങൾക്ക് നേടിത്തരും. EIG ഓവർസീസ്, കേരളാസ് നമ്പർ 1 ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊമോട്ടർ. നമസ്കാരം. EIG ഓവർസീസ് പ്രസൻസ് സല്ലാപത്തിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സല്ലാപത്തിൽ എന്നോടൊപ്പം സല്ലപിക്കാൻ എത്തിയിരിക്കുന്നത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ നമസ്കാരം, സുഖമായിട്ടിരിക്കുന്നു? എപ്പോഴും ഓൺ ഹൈ എനർജിയിലാണ്, ഭയങ്കര ഈ എനർജി ലെവൽ എവിടുന്ന് എങ്ങനെയാ? ഞാൻ ചെയ്യുമ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ ഒരു പോരായ്മയും നന്മയും, എനിക്ക് ഹൈ ആയാലേ പ്രവർത്തിക്കാൻ പറ്റൂ. ഇടയ്ക്ക് ഡൗൺ ആയാലും ഞാൻ ടോട്ടലി ഡൗൺ ആയി പോകും. ചില ഒരു മൂഡിൽ എങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനെ ഹൈ ആയി പോകുന്നത്. ഹൈ നിന്ന് പ്രവർത്തിക്കാനാണ് എളുപ്പം. അതാണ് രാഹുൽ എന്ന് പറയുന്ന ആളെ ലോകം അല്ലെങ്കിൽ പബ്ലിക് കാണിക്കുന്ന എപ്പോഴും ഹൈയിലാണ്. അല്ലാത്ത രാഹുലിനെ പബ്ലിക് കണ്ടിട്ടേ ഇല്ല അല്ലേ? അത് ചിലപ്പോഴൊക്കെ അങ്ങനെ ചില ഞായറാഴ്ചകളിലൊക്കെ ചിലപ്പം വീട്ടിൽ കിടക്കുമ്പോൾ രാവിലെ ഒരു 7-8 മണിക്ക് എണീച്ചിട്ട് ബെഡിൽ തന്നെ കിടക്കും. പിന്നെ 11 ആവട്ടെ 12 ആവട്ടെ, പിന്നെ ഉച്ചയ്ക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പറയുമ്പോഴേ എണീക്കുന്നത്. പിന്നെ ഒരു മൊമെന്റത്തിൽ പോവാണെങ്കിൽ അത് ഹൈയിലങ്ങ് പോയിക്കൊണ്ടിരിക്കും. എനിവേ, ആ ഹൈപ്പർ ആയിട്ടുള്ള രാഹുലിനെ ഇന്നിപ്പോ പബ്ലിക്കിന് എല്ലാവർക്കും പറയാം, എല്ലാവരും എപ്പോഴും കാണുന്ന ഫേസ് അതാണ്. ഇന്നിപ്പോ എനിക്ക് ഈ പറയുന്ന പോലെ വ്യക്തി ജീവിതത്തിലെ രാഹുൽ, ശാന്തരൂപനായ രാഹുലിന്റെ ഇഷ്ടങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് അറിയണം. പക്ഷെ അതിന് തൊട്ട് മുമ്പേ നമുക്ക് 1-2 സെഗ്മെന്റ്സ് ഉണ്ട്. യൂഷ്വൽ രാഹുലിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്ന സെഗ്മെന്റ്സിലൂടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് രാഹുൽ എന്നുള്ള സെഗ്മെന്റിലേക്ക് നമ്മൾ എത്താം. പക്ഷെ അതിനൊക്കെ മുമ്പേ ഞാൻ ചോദിക്കട്ടെ, വന്നപ്പോ മുതലേ കയ്യിലൊരു ഇവിടെ ഞങ്ങളെല്ലാം ചെറിയ പ്രായം, അതായത് കുറച്ചു വർഷം മുമ്പ് പോലും പ്രോമിനന്റ് ആങ്കേഴ്സ്, വൈഫ് ദീപ ഒരു ആങ്കർ, മേജർ ആങ്കർ, അങ്ങനെ നമ്മുടെ രഞ്ജിനി, ഇവരാണ് ഒരു ടോപ്പ് ആങ്കേഴ്സ് ആയിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആങ്കറിന് തന്നെ ഇതൊന്ന് സമർപ്പിക്കാന്ന് പറഞ്ഞാൽ ഇത് പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ഒരു പ്രപ്പോസലാണ്. MLA എൽദോസ് ഇത് നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. വനിതകളുടെ പിന്തുണ നേടുകയാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്. ഒരു പ്രമുഖ വനിതാ ആങ്കറിന് തന്നെ അത് സമർപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. പലപ്പോഴും മേളിൽ കാണുന്നതാണ് എല്ലാരും കാണുന്നത്, അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം. ആ അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ അച്ഛനും അമ്മയും കുട്ടിയും എല്ലാം ഒരു എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു. ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് രാഹുൽ? എന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കൂടുതൽ ആൾക്കാരും വ്യാജ കേസുകളിൽ ജയിലിൽ കിടന്നവരാണ്. അതാണ് ചിലപ്പോഴെങ്കിലും അവരൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ഓവറായി പോകുന്നത്. 150 ദിവസം ജയിലിൽ കിടന്നു, 100 ദിവസം ജയിലിൽ കിടന്നു, അങ്ങനെ വ്യാജ കേസുകളിൽ പെട്ട് നമ്മുടെ നിവിൻ പോളി ഒരു വ്യാജ കേസിൽ പെട്ടതുപോലെ തന്നെ ഈ പെട്ട് കിടന്നവരെ ഹൈപ്പർ ആയിട്ട് റിയാക്ട് ചെയ്യും. തീർച്ചയായിട്ടും അവരുടെ റിയാക്ഷൻ ഭയങ്കര സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് പ്രധാനമായിട്ട് ഇതിന് പിന്നിൽ. അതായത് അവരുടെ ജീവിതത്തിലോ അവർക്ക് ദ്രോഹങ്ങൾ ഉണ്ടായി, ഇനിയും വേറൊരാൾക്ക് അങ്ങനെ ഒരു ദ്രോഹം ഉണ്ടാകരുത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവർ പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത്. അതാണ് രമ്യാജി, അതിന് ഒരു ക്രക്സ് ഇതാണ്. അതായത്
നമ്മുടെ നിവിൻ പോളി പ്രത്യേകിച്ച് സിനിമ മൈൽസ്റ്റോൺ ഒക്കെ കൂടുതൽ എന്റർടൈൻമെന്റ് ഒക്കെ കവർ ചെയ്യുന്നതാണല്ലോ. നമ്മുടെ നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി വ്യാജ പരാതി ഉന്നയിച്ചു. അതായത് നിവിൻ പോളി ദുബായിൽ വെച്ച് അവരെ മോശമായി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ്. നിവിന്റെ ഭാഗ്യം, നിവിൻ ആ സമയത്ത് കേരളത്തിൽ നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്നു. കൊച്ചിയിൽ ധ്യാന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിനുണ്ടായിരുന്നു. നിവിൻ ദുബായിൽ കഷ്ടകാലത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിവിനെ ഒരു അറസ്റ്റ് ചെയ്യുമായിരുന്നു പെട്ടെന്ന്. പക്ഷേ ഭാഗ്യത്തിന് ഇവിടെയുണ്ട്. അതിനുശേഷം പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഡേറ്റ് എന്താ മാറിപ്പോയെന്ന്. ആ പെൺകുട്ടി TV ഇരുന്ന് പറയുകയാണ്, ഞാൻ ഉറക്കപ്പിച്ചിന്റെ ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടിക്കെതിരെ ഇതുവരെ പോലീസ് ഒരു പരാതി എടുക്കുന്നില്ല, FIR ഇടുന്നില്ല. അപ്പൊ നാളെ ഞങ്ങൾ ആണുങ്ങൾക്ക് നേരെ അങ്ങനെ വ്യാജ പരാതി വന്നാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ടാണ് അതിന്റെ ടാഗ് ലൈൻ പോലും നമ്മുടെ അച്ഛന്, നമ്മുടെ സഹോദരന്, നമ്മുടെ മകന്, നമ്മുടെ സുഹൃത്തിന് വേണ്ടി. നമ്മുടെ അച്ഛനും സഹോദരനും മകനും സുഹൃത്തിനും വേണ്ടി എന്നാണ്. അതുകൊണ്ട് ഈ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരുപക്ഷെ ഏറ്റവും സീനിയറായ, അല്ലെങ്കിൽ സീനിയർ പ്രായം കൊണ്ടല്ല എക്സ്പീരിയൻസ് കൊണ്ട് സീനിയറായ രമ്യാജിക്ക് അത് സബ്മിറ്റ് ചെയ്യുന്നു. അതൊന്ന് വായിച്ചു നോക്കണം. തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് ഇത് വായിക്കാൻ ഒരു തിരക്ക് കൂടണം പോലെ. ശരി, ഓക്കെ. അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് വളരെയധികം ക്ലിയർ ആയി കിട്ടി. ഇനി നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. മനസ്സ് പറയുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ സെഗ്മെന്റ്. ചോദ്യം ഇതാണ് ആദ്യത്തേത്. അടുത്തിടെ ബോച്ചെ പറഞ്ഞ കാര്യം തെറ്റാണെന്നും അതിന്റെ കൂടെ ഹണി റോസ് കൂടെ വിമർശിക്കപ്പെടണം എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. തനിക്ക് നീതി കിട്ടാൻ വേണ്ടി നിയമയുദ്ധത്തിന് ഇറങ്ങി തിരിച്ച ഒരു സ്ത്രീയെ സമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമാക്കി മാറ്റിയതിൽ എപ്പോഴെങ്കിലും താങ്കൾക്ക് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങൾ. 100% നമ്മുടെ ഹണി റോസ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള, അത് ശരിയല്ല എന്ന് പറയാനുള്ള നിലപാടിന് പൂർണ്ണമായും പിന്തുണ, യോജിപ്പ്. അത് എന്തുകൊണ്ടാണെന്നും കൂടെ പറയാം. ചുമ്മാ ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ലെന്ന് മനസ്സിലാകാനാ. ഏതെങ്കിലും മോശം വാക്ക്, ഞാൻ ആ വാക്ക് പറയുന്നില്ല, ആ വാക്ക് വെച്ച് ഹണി റോസിനെയോ മറ്റോ അഭിസംബോധന ചെയ്യുന്നത് പോപ്പുലർ ആകുകയാണെങ്കിൽ നമ്മുടെ കോളേജിലെ പിള്ളേർ എന്താ ചെയ്യുക? കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ ഇതേപോലത്തുള്ള വാക്കുകൾ എടുത്ത് ഏതെങ്കിലും ശരീരഭാഗങ്ങളെ പരാമർശിക്കുന്ന രീതി പറയും. അത് സമൂഹത്തിലൊരു നെഗറ്റീവ് ട്രെൻഡ് ആകും. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തിപരമായ ബോച്ച ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ബോച്ചയുടെ ഒരുപാട് പരിപാടികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാർക്ക് പുള്ളി വീട് വെച്ച് കൊടുത്തു, 1000 കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുത്തു, ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മുടെ രക്തദാനത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇതൊന്നുമല്ല ബോച്ച അവിടെ പറഞ്ഞത് ശരിയല്ല, അത് തെറ്റാണ്. ബോച്ച ഹണി റോസിനോട് മാപ്പ് പറയണമെന്ന് ആദ്യം TV പറഞ്ഞ ഒരു പക്ഷേ ഞാനാണ്. പക്ഷേ അതിന്റെ പേരിൽ പുള്ളി 3 വർഷം ജയിലിലിടുന്നത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. പറഞ്ഞത് തെറ്റാണ്. അവസാനം ആ സമീപനമാണ് കോടതി സ്വീകരിച്ചത്. ഇനി ഇങ്ങനെ പറഞ്ഞ തെറ്റല്ലേ, ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം രാമപിള്ള സാർ വഴി മാപ്പ് പറഞ്ഞു, അങ്ങനെയല്ല, തെറ്റിപ്പോയതാണ്, ഇനി ശ്രദ്ധിക്കാം. ഇങ്ങനെ ഒരു പ്രപ്പോർഷൻ വേണം. അതോടൊപ്പം ഞാൻ വളരെ ബഹുമാന പുരസ്സരം പറഞ്ഞു, ഹണി റോസ് വലിയ അഭിനേത്രിയാണ്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ തെലുങ്ക് സിനിമയിലൊക്കെ സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി വന്ന വ്യക്തിയാണ്. അവർ ഇനോഗ്രേഷൻ ഒക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, റെസ്പെക്ട്ഫുൾ ഡ്രസ്സ് വേണമെന്ന്. ഞാൻ ഈ ഹണി റോസിനെ മാത്രം പറയുന്നതിൽ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ അമല പോൾ, ഇവിടുത്തെ സെന്റ് ആൽബർട്ട്സ് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഒരു പക്ഷേ രമേശ് ശ്രദ്ധിച്ചു കാണും. അതായത് ഭയങ്കര ലോ നെക്ക് ലൈനും ഭയങ്കര ഷോർട്ട് ഡ്രസ്സും ഇട്ട് പോകുമ്പോൾ അതൊരു പബ്ബിൽ പോകുന്ന ഡ്രസ്സാണ്. അതൊരു പബ്ബിലോ അല്ലെങ്കിൽ നൈറ്റ് ക്ലബിലോ പോകുന്ന, അങ്ങനെ പോകുന്ന ആ ഡ്രസ്സിന് ഒരു തെറ്റുമില്ല. നേരെ തിരിച്ച് ഇനി അതിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ ഭയങ്കര ഉടുത്തുറങ്ങി കസവ് സാരി ഇട്ട് ഭയങ്കര ഭാരതീയ കേരളീയ മങ്കിയായിട്ട് ആരെങ്കിലും നൈറ്റ് ക്ലബിൽ പോയ അവിടുത്തെ ആൾക്കാർ കൂവും. അതെന്തുകൊണ്ട്? ആ ഡ്രസ്സിന് മോശം ഉണ്ടായിട്ടല്ല, അത് സാഹചര്യത്തിന് തീരാത്ത ഡ്രസ്സാണ്. അപ്പൊ അമല പോൾ ആണെങ്കിലും ഹണി റോസ് ആണെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരുമ്പോൾ ആ സ്ഥലത്തിന്റെ, പ്രത്യേകിച്ച് ഇപ്പം പള്ളിയുടെ കോളേജാണത് എന്തായാലും, അവിടെ ഒക്കെ പോകുമ്പോൾ അതിനൊരു റെസ്പെക്ട്ഫുൾ ഡ്രസ്സ് വേണം. ഇതേ പറഞ്ഞുള്ളൂ ഹണി റോസിന്റെ കാര്യത്തിലും ഇതേ റെസ്പെക്ട്ഫുൾ ഡ്രസ്സ്. സാരി എത്രയോ പേര് എടുക്കുന്നു. സോണിയാഗാന്ധിയും നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവും ശൈലജ ടീച്ചറും അല്ലെങ്കിൽ സുഷമ സ്വരാജ് അടക്കം ഒരുപാട് പേര് എടുക്കുന്നു. പക്ഷേ ഈ ടിപ്പ് ബെർസ പാനിയിൽ രവീന ടണ്ടൻ ഉടുക്കുന്ന പോലത്തുള്ള സാരി അല്ലെങ്കിൽ ഉടുക്കുന്ന രീതിയിലെ സാരി ഒരു ഇനോഗ്രേഷൻ പരിപാടിക്ക് ഇട്ടുകൊണ്ട് വരുമ്പോൾ അതുണ്ടാക്കുന്ന നെഗറ്റീവ് കമന്റ്സ്, നെഗറ്റിവിറ്റി, ഫോട്ടോ, ക്യാമറ ആംഗിളുകളൊക്കെ വേറെയാണ്. അപ്പൊ സ്ത്രീ ശരീരത്തെ ഓവർ സെക്ഷുവലൈസ് ചെയ്യുന്ന, കമോഡിഫൈ ചെയ്യുന്ന, വസ്തുവൽക്കരിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ നാട്ടിലുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കാൻ ബിക്കിനിട്ട പെൺകുട്ടികളെ കൊണ്ടുവന്നാണ് ഇവിടെ വിൽക്കാൻ ശ്രമിക്കുന്നത്. IPL ക്രിക്കറ്റിൽ 4 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റിന്റെ 4 അല്ല കാണിക്കുന്നത്, ഏറ്റവും കുട്ടിയുടുപ്പിടുന്ന സ്ത്രീകൾ വ്യത്യസ്ത മോശമായ ക്യാമറ ആംഗിളിൽ നിന്ന് വെച്ചെടുക്കുന്നതാണ്. അപ്പൊ ഇതിനൊരു ഒരു ലെവല് വേണം, ഒരു പരിധി വേണം, ഒരു ലിമിറ്റ് വേണം. ഇത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇതിന് ശേഷം മരി ഹണി റോസ് എന്താണെന്നറിയില്ല, അവരാദ്യം പറഞ്ഞു അവരെന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു എന്ന് പറഞ്ഞു, ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോഴാണ് ആ വിവാദം വന്നത്. അവരെനിക്കെതിരെ പരാതി കൊടുത്തു. ഞാൻ പറഞ്ഞു, ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്തത് കൊണ്ട് 1 ഇഞ്ച് പോലും ഹണി റോസിനുള്ള വിമർശനം കൂടുകയുമില്ല, കുറയുകയില്ല. കാര്യം എന്നെ വിമർശിച്ചതുകൊണ്ടല്ല ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. ഇതൊരു വിമർശനമായിട്ട്, സോഷ്യൽ ഓഡിറ്റ് ആയിട്ട്, സാമൂഹിക ഫീഡ്ബാക്ക് ആയിട്ട് എടുത്താൽ മതി എന്ന് മാത്രമാണ്. അപ്പോൾ
അതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഹണി റോസിന് ഒരു വിഷമമായും തോന്നുന്നെങ്കിൽ അവരുടെ വിഷമത്തോടൊപ്പം നിൽക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു വിമർശനം സമൂഹത്തിലുണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് വെളിയിൽ പറയാനേ പലർക്കും മടിയുള്ളൂ. എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഇനോഗ്രേഷൻ പരിപാടിക്ക് ഹണി റോസിനെ കുറിച്ച് പറയുന്നില്ല, അവർക്ക് വിഷമമുണ്ട്. അമല പോളിന്റെ മറ്റൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മുടെ ഒരു പരിപാടിക്ക് ഇനോഗ്രേഷൻ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പരിപാടിക്ക് ഏതെങ്കിലും വരുമ്പോൾ അമല പോൾ അന്ന് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ട് ഇനോഗ്രേഷനോ മറ്റു പരിപാടിക്കോ വന്നാൽ ഇവിടുത്തെ ആൾക്കാർ അൺകംഫർട്ടബിൾ ആകുന്നത് നമ്മുടെ കണ്ണിന്റെ കുഴപ്പം കൊണ്ടല്ല, അത് ആ സന്ദർഭത്തിനും സാഹചര്യത്തിനും യോജിക്കാത്തതാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ എല്ലാവർക്കും വേണമെന്നുള്ളത് മാത്രമാണ് വളരെ ഹമ്പിളായ സബ്മിഷൻ. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് ഇവരുടെ പേര് എടുത്തറിയുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇതേപോലെ സിറ്റുവേഷന് ആപ്റ്റ് ആയിട്ടല്ലാത്ത വേഷം കെട്ടി വരുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും രാഹുൽ ഇതിനു മുന്നേ പ്രതികരിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര്, അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണം പറയാം, ഇപ്പൊ അമലാപോളിന്റെ വിഷയത്തിലൊക്കെ ഞാൻ വിമർശനമൊക്കെ പറഞ്ഞത് ഇത്രയും വലിയ കോൺട്രവേഴ്സി ആയില്ല. ഇതിന്റെ പ്രശ്നമേ ഇപ്പം ഒരാൾ പറയുകയാണ്, ഈ ജൈനന്മാരെന്നൊരു വിഭാഗമുണ്ടല്ലോ, ബുദ്ധന്മാരും ജൈനന്മാരിൽ ദിഗംബരന്മാരെന്ന് പറഞ്ഞൊരു സന്യാസിയുണ്ട്. ദിഗംബരൻ എന്ന് പറഞ്ഞാൽ ദിക്കുകളാണ് അവരുടെ വസ്ത്രം എന്ന് പറയുന്നതാണ്. കുംഭമേളയിൽ ചില സന്യാസിമാര് പകുതി വസ്ത്രമോ വസ്ത്രമില്ലാതെയൊക്കെ പോകാറുണ്ട്. നാളെ ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, കുംഭമേള ഒരു സന്യാസിയിലെ ഈ കോളേജിലെ ഇനോഗ്രേഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളൊക്കെ എന്താണിത്, കുംഭമേളയിലെ സന്യാസിയാണ്, നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ പെൺകുട്ടികളുടെ കണ്ണിന് തിമിരമാണ്, കുംഭമേളയിലെ സന്യാസിയായി കാണാൻ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ ഒരു തെള്ളിന് വേണ്ടി പറയാം, ഒരു ഗുമ്മിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ പറയാം, അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണെന്ന്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ചില മാന്യതകളും മര്യാദകളും ഒക്കെ എല്ലാ സമൂഹത്തിലും ഉണ്ട്. എന്നാ പെൺകുട്ടികളെല്ലാം ചാക്കിട്ട് നടക്കണമെന്നൊന്നും അല്ല. ഒരു ബാലൻസ് ഉണ്ട്. ഈ എക്സ്ട്രീംസിലേക്ക് പോകരുത്. നമ്മൾ ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ, കണ്ണുപോലും കാണാത്ത രീതിയിൽ അടച്ചിട്ട് പോകണം. അത് ഇംപ്രാക്ടിക്കലാണ്. പെൺകുട്ടികൾക്കും സ്വാതന്ത്ര്യവും ജീവിതവും ജോലിയും കരിയറും ഉണ്ട്. മറുഭാഗത്ത് മറ്റേ ലാസ് വെഗാസിലെ കസീനോയിലെ പെൺകുട്ടികൾ നിൽക്കുന്നത് പോലെ സമൂഹത്തിൽ നിൽക്കൂ എന്ന് പറഞ്ഞാൽ that becomes a problem. അത് സ്ത്രീകൾക്കും ദോഷമായി ബാധിക്കും. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ രാഹുൽ പറയണത്? രണ്ട് കാര്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എനിക്ക് റിഗ്രറ്റ് ഉണ്ടോ. 100% ഹണി റോസിനെ വിമർശിച്ചതിന് 0.01% പോലും എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഇനിയും വിമർശനം തുടരും, ഇനിയും സോഷ്യൽ ഓഡിറ്റ് തുടരും. പക്ഷെ ബഹുമാനമുള്ള ഭാഷയിൽ, റെസ്പെക്ട്ഫുൾ ലാംഗ്വേജിൽ, ഏറ്റവും നല്ല രീതിയിൽ. ഇതിന്റെ മറുവശമാണ് ഹണി റോസിനെ ഏറ്റവും മോശമായ രീതിയിൽ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് ഇതിലെ പ്രശ്നം. ഹണി റോസിന് മാന്യത വേണമെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് മാന്യത വേണം. അതായത് ഹണി റോസിന് ഏതെങ്കിലും രീതിയിൽ ഹണി റോസിന്റെ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് വിമർശനം ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത് പറയാൻ എനിക്ക് അർഹത ഉണ്ടാവണമെങ്കിൽ എനിക്ക് മാന്യത വേണം. അല്ലാതെ ഹണി റോസിനെ ഏറ്റവും മോശകരമായി ആഭാസകരമായി ചിത്രീകരിച്ചിട്ട് ഹണി റോസ് നന്നാവണം പക്ഷെ ഞാൻ എന്തും പറയുമെന്നുള്ളത് അത് മെയിൽ ഷോവനിസമാണ്. അത് യഥാർത്ഥത്തിൽ ഒരുതരം ക്രൂരമായ മെയിൽ ഷോവനിസ്റ്റിക് പിഗ് എന്നൊക്കെ വിളിക്കുന്ന ഫെമിനിസ്റ്റുകൾ വിളിക്കുന്ന ഒരു സാധനമാണ്. തിരിച്ച് മെയിൽ ഷോവനിസത്തിന്റെ മറുപടി ഫീമെയിൽ ഷോവനിസവും അല്ല. ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നം. നമ്മുടെ രാജ്യത്തിന്റെ കൃത്യം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു നിലപാടെടുക്കുന്നവരില്ല. ഒന്നെങ്കിൽ നമ്മുടെ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ സ്റ്റാൻഡ്. അതായത് എന്നോട് ചില ആൾക്കാർ വിളിച്ചു പറഞ്ഞു, സത്യസന്ധത തുറന്നു പറയാമല്ലോ, ഷഫാഖ് നാസ് എന്നൊരു പെൺകുട്ടിയുണ്ട്. അവരാണ് ഈ മഹാഭാരതം സീരിയലിൽ കുന്തിയായിട്ട് ഒറിജിനലി അഭിനയിച്ചത്. സ്റ്റാർ പ്ലസിലാണ് വന്നത്. ബോച്ചെ ഷഫാഖ് നാസിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് നമുക്ക് പറഞ്ഞ് ന്യായീകരിച്ചുകൂടെ? കാര്യം അങ്ങനെയാണ് പുള്ളി പറഞ്ഞു വന്നത്. ഈ കുന്തിയെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, ആരെ പറ്റിക്കാനാണ് ഇത് പറയുന്നത്? എല്ലാവർക്കും അറിയാം പുള്ളി ഉദ്ദേശം എന്താ. പുള്ളി അവിടെ കൂടി നിൽക്കുന്നവരെ ഒന്ന് കൈയിടിപ്പിക്കാനും രസിപ്പിക്കാനും ചിരിപ്പിക്കാനും വേണ്ടി പറഞ്ഞാൽ ശരിയായില്ല. പക്ഷെ ഇതാണ് ഉദ്ദേശം. എനിക്ക് വേണമെങ്കിൽ ന്യായീകരണ തൊഴിലാളിയായി ന്യായീകരണ ക്യാപ്സ്യൂളുമായി, അയ്യോ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചോ? ഷഫാഖ് നാസിനെ കണ്ടപ്പം സുന്ദരിയായ ഷഫാഖ് നാസിനെയും സുന്ദരിയായ ഹണി റോസിനെയും ബോച്ചെ ചിന്തിച്ചാണെന്ന് പറയാം. ബോച്ചയ്ക്കും അറിയാം അത് കള്ളമാണെന്ന്, എനിക്കും അറിയാം കള്ളമാണെന്ന്, കേട്ടോണ്ടിരിക്കുന്നവർക്കും അറിയാം കള്ളമാണെന്ന്. അപ്പൊ അങ്ങനെയല്ല, സത്യസന്ധമായി അതൊരു തെറ്റുപറ്റി, അതിനെ അംഗീകരിക്കുന്നു. ബോച്ചയുടെ നല്ല സമീപനം അതാണ്. അതെ, അത് തെറ്റുപറ്റി അംഗീകരിക്കുന്നു. ഇതിന്റെ ഈ എക്സ്ട്രീമിലേക്കാണ് പോകുന്നത്. നേരെ തിരിച്ച് നമ്മുടെ തന്നെ കുറെ സുഹൃത്തുക്കൾ, നമുക്ക് ബോച്ചയ്ക്ക് മറ്റേ മാലയിടാം, മറ്റേ പടക്കം പൊട്ടിക്കാം, മറ്റേ മാല സ്വീകരിക്കാം. ഞാൻ അവരോട് പറഞ്ഞു, ഈ ബോച്ചെ സ്വാതന്ത്ര്യ സമരത്തിനൊന്നും പോയിട്ട് വന്നല്ലോ, അതായത് സ്വാതന്ത്ര്യ സമരത്തിന് മഹാത്മാഗാന്ധിയോടൊപ്പം പോയിട്ട് വന്നൊന്നുമല്ലോ. അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റി. പക്ഷെ അദ്ദേഹം 25 വർഷമായിട്ട് ചെയ്ത നല്ല കാര്യങ്ങളെ എല്ലാം ആ ഒരു നാക്കുപിഴ കൊണ്ടങ്ങ് മറക്കണം എന്ന് പറയുന്നത് ശരിയല്ല. പുള്ളിയുടെ ആ ഓട്ടത്തില് ഏകദേശം 14 ലക്ഷം ആൾക്കാരാണ് രക്തദാനത്തിലേക്ക് വന്നത്. ഒരു പക്ഷേ ലോകത്തെ 193 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ രക്തദാനത്തിന് ആൾക്കാരെ പ്രേരിപ്പിച്ച ഒരാൾ നമ്മുടെ നാട്ടിലുള്ള ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയാണ്. 1000കണക്കിന് ആൾക്കാർ പുള്ളി ജോലി കൊടുത്തു, 100 കണക്കിന് ആൾക്കാർ വീട് വെച്ചു കൊടുത്തു. ഇത് കൊണ്ട് പുള്ളിയുടെ തെറ്റിനെ ന്യായീകരിക്കണ്ട.
അതേപോലെ പുള്ളിയുടെ തെറ്റുകൊണ്ട് ഈ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ മറച്ചും പിടിക്കണ്ട. പക്ഷെ അദ്ദേഹം ചെയ്ത ആ നല്ല കാര്യങ്ങൾക്ക് പിന്നിൽ വേറെ കുറെ കള്ളത്തരങ്ങൾ ഉണ്ടെന്നും അതിന്റെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രശ്നം ഈ അവസരത്തിൽ കറക്റ്റ് പോയിന്റ് ആണ്. കാര്യം എന്താ അറിയോ, ഈ അവസരത്തിൽ പുള്ളി മുമ്പ് ചെയ്ത നല്ല കാര്യങ്ങൾ മുഴുവൻ തെറ്റാന്ന് ആൾക്കാർ പറഞ്ഞു വരുത്തി തുടങ്ങി. അതെന്ത് ന്യായമാണ്? കാരണം ഇതിന്റെ ഒരു വരി കൂടെ പറഞ്ഞു, ഇതിന്റെ മറുവശം എന്താ അറിയോ, ഹണി റോസ് ഇന്നേ വരെ ചെയ്ത നല്ല കാര്യങ്ങളും നല്ല അഭിനയങ്ങളും എല്ലാം മോശമാണെന്നും, അല്ലെങ്കിൽ ഹണി റോസിന്റെ സിനിമ നിർത്തലാക്കണം. ഹണി റോസിന് മറ്റേ റേച്ചൽ എന്നൊരു സിനിമ വരാനിരുന്നു, ജനുവരി 10-നായിരുന്നു എന്റെ റിലീസ്. എന്തോ കാര്യം കൊണ്ട് ടെക്നിക്കൽ കാര്യം കൊണ്ട് മാറ്റി വെച്ചു. ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഭയങ്കര വിജയമായി പോയി നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? ഹണി റോസിന്റെ റേച്ചൽ സിനിമ മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് വിജയം? ഹണി റോസിന്റെ റേച്ചൽ സിനിമ ഇറങ്ങി അതും രണ്ടാമത്തെ ദിവസം പോയി കാണും. സി, വ്യക്തിവിരോധമല്ല. യേശു ക്രിസ്തു കൃത്യമായി ബൈബിളിൽ പറയുന്ന ഒരു നിലപാടുണ്ട്. അതാണ് ഗാന്ധിജിയുടെ ഒക്കെ ലൈഫിൽ. ഹെയ്റ്റ് ദ സിൻ, അല്ലെങ്കിൽ ഒപ്പോസ് ദ പൊസിഷൻ, നോട്ട് ദ പേഴ്സൺ. വ്യക്തിവിരോധമല്ല. ഞാൻ ഇന്നേ വരെ ലൈഫിൽ ഹണി റോസിനെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, ഒരു പക്ഷേ ഇനിയും ചെയ്യത്തുമില്ല. ഹണി റോസ് എന്ന വ്യക്തിയോട് എനിക്കൊരു വിരോധം ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഹണി റോസ് എടുക്കുന്ന ഒരു സമീപനം എനിക്കൊരു വിരുദ്ധ അഭിപ്രായമുണ്ട്. നേരെ തിരിച്ച് ഹണി റോസിനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് കേട്ടിരിക്കുന്നത്. നമ്മുടെ നാഷ് ഉണ്ടല്ലോ, നാഷ് ഖാൻ, നമ്മൾ കിരൺ ടിവിയിൽ ഞാനും നാഷും ഒക്കെ ഒരുമിച്ചായിരുന്നു. നാഷ് ആണ് ബോയ് ഫ്രണ്ട് സിനിമയിലെ വില്ലൻ. അപ്പോൾ നാഷ് അന്ന് തൊട്ടേ കേട്ടിട്ടുള്ളത് ഹണി റോസിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ്. നാഷ് ഹണി റോസിന്റെ മാതാപിതാക്കളെയൊക്കെ അറിയാം, നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഒരു റെസ്പെക്ട്ഫുൾ വിമർശനം ഹണി റോസിനെ പറയാൻ പാടില്ല എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത്, അവരൊരു എന്താ പറയണേ, ഹണി റോസിനോട് പെറ്റമ്മ നയവും രാഹുൽ ഈശ്വറിനോട് ചിറ്റമ്മ നയവും കാട്ടുന്നത് പോലെയാണ്. അപ്പോൾ ഈ വിമർശിക്കുന്ന നമ്മളും കൂടെ നോക്കണം, ഹണി റോസിനെ ഏറ്റവും നല്ല രീതിയിൽ വിമർശിച്ചാലേ ഹണി റോസിനെ വിമർശിക്കാൻ ഒരു റൈറ്റ് നമുക്കുണ്ടാവും. അതായത് ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ മോശം വാക്ക് ഉപയോഗിക്കുകയോ ഏതെങ്കിലും ശരീരഭാഗങ്ങളെ പരാമർശിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ റൈറ്റ് ഇല്ല. വി ഡോണ്ട് ഹാവ് ദി മോറൽ റൈറ്റ്സ്. ഈ ബാലൻസ് പലപ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് ഇല്ല എന്നുള്ളതാണ്. ഇത് എല്ലാ രംഗത്തും ഒരു കൗതുകമുള്ള കാര്യം കൂടെ പറയാം. നമ്മുടെ ഡോക്ടർ അരുൺ കുമാർ ഉണ്ടല്ലോ, റിപ്പോർട്ടുണ്ട്, പുള്ളിക്കെതിരെ ഒരു വ്യാജ പോക്സോ കേസ് വന്നു. ഈ അരുണിനോട് ഞാനും തർക്കിച്ച് ഞാനും അരുണും കൂടി ഈ ഹണി റോസിന്റെ വിഷയത്തിൽ അടിയായിരുന്ന വൈകിട്ടാണ് ഈ വിഷയം വന്നത്. എന്നെ വളരെ പ്രമുഖനായ നമുക്കെല്ലാം അറിയാവുന്ന ഒരു മുതിർന്ന രംഗത്തെ ഒരാൾ വിളിച്ചത് പറഞ്ഞു, നന്നായി അവനൊരു കേസ് വന്നു, രാഹുൽ ഇതിനെതിരെ ആഞ്ഞടിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് എല്ലാവർക്കും അറിയാം ഒരു വ്യാജ കേസാണ്, എനിക്ക് അയാളോട് എന്താ വ്യക്തിവിരോധം? ഒരു ആശയത്തെയല്ലേ നമ്മൾ മുമ്പോട്ട് പോകുന്നത്, നിലപാട്, ആശയം, പൊസിഷൻ. അപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പ്രശ്നം എല്ലാ ദിവസവും ആരെയെങ്കിലും ഏറി കയറ്റാനാണ് നമ്മൾ എണീക്കുന്നത്. ഇന്ന് ആരെ ഏറി കയറ്റാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകരുത്. റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ് നമ്മുടെ ജനാധിപത്യത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ് ആണ്. ഈ 140 കോടി ജനസംഖ്യയുടെ ജനാധിപത്യത്തെ 2 വാക്കുകളിലേക്ക് ചുരുക്കിയാൽ അത് റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെന്റ്, ബഹുമാന പുരസ്സരമുള്ള വിയോജിപ്പാണ്. ആ ബഹുമാന പുരസ്സരമുള്ള വിയോജിപ്പ് ഹണി റോസിനോട് തുടരും. അത് 1 ഇഞ്ച് പോലും കുറയില്ല, റിഗ്രറ്റ് ഇല്ല, കൂടുതൽ ശക്തമായി പോകത്തേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ടെലിവിഷൻ ഷോകളിലെ ഡബിൾ മീനിങ് കോമഡികൾ കടിഞ്ഞാണിടേണ്ട ഒരു അവസരം ആയിട്ടില്ലേ എന്ന് തോന്നിയിട്ടുണ്ടോ? 100%. ഞാൻ ചില പരിപാടികൾ അതിന് ശേഷം പിന്നെ കണ്ടാണ്, ചാനൽസിന്റെ പേരൊന്നും പറയുന്നില്ല, ഹണി റോസിനെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ചില ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ. നമുക്കെല്ലാം അറിയാം ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന്. ഇതറിയാമോ, കുറച്ചൊക്കെ തമാശയും കുറച്ചൊക്കെ ഓവർ ആകുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാണ്, പക്ഷെ ഓവറായിട്ട് ഓവർ ആവരുത്. നമ്മളെല്ലാം ആ ലൈനിൽ നിൽക്കുന്നത്, നമ്മളെല്ലാം സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഒരു ലൈൻ ഉണ്ടാകും. ആ ലൈനിന്റെ അവിടെ നിൽക്കുന്നത് നമുക്ക് ചെറിയൊരു ഹൈ തരും. നമ്മൾ ഫ്ലേർട്ടിങ്ങിനാണെങ്കിലും ഓപ്പോസിറ്റ് ജെൻഡറിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു ലൈനുണ്ട്. ആ ലൈനിൽ നിൽക്കുന്ന ഒരു രസമാണ്. ചെറിയൊരു അഡ്വഞ്ചർ ഉണ്ട്, എന്ത് സംഭവിക്കുന്ന ഒരു കാര്യം വരും, ചെറിയൊരു പരസ്പരം ജെൻഡേഴ്സിന്റെ അട്രാക്ഷൻ വരും. ഇതെല്ലാം ആ ലൈനാണ്. പക്ഷെ ഓവറായിട്ട് ഓവറാക്കിയ പ്രശ്നമാവും. നമ്മുടെ അല്ലു അർജുൻ പണ്ട് ആര്യ എന്നൊരു സിനിമയുണ്ട്, ആര്യ 1 ആര്യ 2. അല്ലു അർജുൻ പറയുന്നത്, അല്ലു അർജുൻ ആദ്യമേ ഓവറായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അല്ലു അർജുൻ വില്ലനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാനേ ഓവറാണ്, നീ എന്നെക്കാട്ടി ഓവറാവേണ്ട ആവശ്യമില്ല. അപ്പൊ അതായത് ഓവറാകാം, പക്ഷെ ഓവറായിട്ട് ഓവറായാൽ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ പല ഇതിന്റെയും പ്രശ്നമേ ഈ സെക്ഷൽ ജോക്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ചിലപ്പോൾ നമ്മൾ ചിരിക്കുമായിരിക്കും, പക്ഷെ അത് ചില വ്യക്തികളെ, സമൂഹത്തെ ആഴത്തിൽ ഹേർട്ട് ചെയ്യുകയും പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു സെക്ഷൽ ജോക്കും അപ്പൊ ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല എന്നൊന്നുമല്ല, നമ്മളും ഫ്രണ്ട്സ് ഇരിക്കുമ്പോൾ ഒക്കെ പറയും. പക്ഷെ ചില മാന്യതകളും മര്യാദകളും പാലിച്ചില്ലെങ്കിൽ അടുത്തൊരു പ്രധാന ചോദ്യമുണ്ട്, ഇത് ആര് തീരുമാനിക്കും? ഇത് തീരുമാനിക്കുന്നതാണ് സമൂഹം. ഇതേപോലത്തുള്ള ചർച്ചകൾ, മീഡിയ പാനലിന്റെ ഡിസ്കഷൻ, എവിടെയെങ്കിലും ഒരു ലക്ഷ്മണ രേഖ വരയ്ക്കണം, എവിടെയെങ്കിലും ഒക്കെ ലക്ഷ്മണ രേഖ വരയ്ക്കണമല്ലോ. ആ വരയ്ക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്മണ രേഖയിലേക്ക് നമുക്കിപ്പോ അടുത്തൊരു ചോദ്യം അതിനെ പറ്റി തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്മണ രേഖ വേണം എന്ന അഭിപ്രായക്കാരനാണല്ലോ രാഹുൽ. എന്നാൽ മലയാളി ഹൗസ് പോലൊരു ഷോയിൽ ഈ ലക്ഷ്മണ രേഖ രാഹുൽ മറികടക്കാതെ സൂക്ഷിച്ചിരുന്നോ? നല്ല ചോദ്യമാണ്. എനിക്ക് മുഖത്ത് ചെറിയ ചമ്മലും കൂടെ നിങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ള സത്യമാണ്. അതിനെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാല് ഇപ്പം 2013 12 വർഷമായി അവിടെ പോയത്. അപ്പോൾ
കൂടുതൽ ഞാൻ ഈ അമ്പല പ്രഭാഷണങ്ങളൊക്കെ പോകുന്ന കാലഘട്ടം. അപ്പം ആൾക്കാരെല്ലാം അങ്ങനെ കണ്ടിരിക്കുകയും മറ്റും ചെയ്തതിനു ശേഷം അവിടെ ചെന്ന് അപ്പൊ അത് നമ്മുടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്നും എനിക്ക് എല്ലാവരെയും ഇതിന് വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മറ്റേ ജോണി വാക്കർ ബാക്ക് ടു കോളേജ് എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തിരിച്ചൊരു കോളേജിൽ പോയ ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നു. സന്ദീപ് മേനോൻ എന്ന് പറഞ്ഞാൽ അതിൽ സാൻഡി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, സ്നേഹ, ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോഴും പോലും ഞങ്ങൾ ബാംഗ്ലൂർ പോകുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പൊ അത് പോയപ്പോൾ സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഞാൻ ക്രോസ് ഇല്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല, ചില കാര്യങ്ങളിൽ ലക്ഷ്മണന്റെ രേഖ ക്രോസ് ചെയ്തു എന്നുള്ള സത്യമാണ്. പക്ഷെ ഈ വിമർശനങ്ങളെ ഞാൻ സർവാത്മന അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അന്ന് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയത് എൻ്റെ മുത്തശ്ശനും ഓരോരുത്തരുടെയും വീട്ടുകാരെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ മുത്തശ്ശനും അതിൽ വന്നു. അപ്പൊ അവരോട് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, വെളിയിലുള്ള ഫീലിംഗ് എന്താണ് നമുക്ക് അകത്ത് കൊടുക്കരുത്. ഈ ബിഗ് ബോസിന്റെ ഫസ്റ്റ് ബിഗ് ബോസ് മലയാളി ബോസും ബിഗ് ബോസും ഒരേ ആൾക്കാരാണ് ചെയ്യുന്നത്, സെയിം പാറ്റേൺ ആണ്. മുത്തശ്ശി അപ്പം വളരെ അർത്ഥസൂചകമായി ടി-വിയിൽ ആ കോളിൽ എന്നോട് പറഞ്ഞു, നീ വെളിയിൽ വാ, അമ്പലക്കാരെല്ലാം കാത്തിരിക്കുകയാണ്. അപ്പൊ ആ ടോണിന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് ഓവറാവുന്നുണ്ട്, പ്രശ്നമുണ്ട്. അത് ഫസ്റ്റ് ഒരു ഇതായിരുന്നു. പക്ഷെ ഇന്നും ഞാൻ ഇപ്പൊ സിന്ധു ജോയ് ഉള്ള ആൾക്കാരെ, സിന്ധുവിനെയൊക്കെ ഞാൻ വളരെ സീരിയസ് ആയിട്ടേ കണ്ടിട്ടുള്ളൂ. സിന്ധു വലിയൊരു യുവജന പ്രസ്ഥാനങ്ങൾ വന്നതാണ്. അപ്പം സിന്ധു ഞാനും കൂടെ അവിടെ റിങ്ങാ റോസസ് ഒക്കെ കളിക്കുകയും, അല്ലെങ്കിൽ GS പ്രദീപ് ജി, എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ അത് അതിന്റെ ആൾക്കാര് GS പ്രദീപ് ജിയും ഞങ്ങളും ഒരു 1000 അശ്വമേധം അതിനകത്ത് കളിച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊന്നും വെളിയിൽ അവർ കൊടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ പിന്നീട് GS പ്രദീപ് ജി അവരോട് ചോദിച്ചു, ഞാൻ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് 3 പേരെയും 4 പേരെയും ഒരുമിച്ചിരുത്തിയൊക്കെ പുള്ളി അശ്വമേധം കളിച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചു, ഒരെണ്ണം പോലും കൊടുത്തില്ല. അപ്പൊ അവരെ തിരിച്ച് നമ്മളോട് പറഞ്ഞ നല്ലൊരു മറുപടി ഉണ്ട്, നിങ്ങളുടെ അശ്വമേധം കാണാനാണെങ്കിൽ കയറിൽ കണ്ടാൽ പോരെ, നമ്മുടെ കയറിൽ കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എന്താണോ നമ്മുടെ പൊതുവിലുള്ള ഇമേജ്, അതിന്റെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ഒപ്പിയെടുത്താണ് അവർ കൊടുക്കുന്നത്. ഇവിടെ സന്തോഷ് പണ്ഡിറ്റ് ജി ഒക്കെ വന്നപ്പോ നമുക്ക് പുള്ളിയെ പോലെ, പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് ജി വളരെ പയസും ഭയങ്കര റെസ്പെക്ട്ഫുള്ളും ബഹുമാനിക്കുന്ന ഒരു കാര്യമാണ്. ഞാനവിടെ 1-2 നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആ പരിപാടിക്കുള്ളിൽ. അപ്പൊ അവരൊരു കേക്ക് തന്ന് ഞാൻ കഴിക്കാൻ തുടങ്ങിയാണ്, മറ്റേ കസ്റ്റാർഡ് കേക്ക് എന്ന്. സന്തോഷ് പണ്ഡിറ്റ് ജി പതുക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കഴിക്കണ്ട, അതിലൊരു പക്ഷേ മുട്ട ഉണ്ടായി കാണും. ഞാൻ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റ് ജി എനിക്കറിയില്ല മുട്ടയുണ്ടോ ഇല്ലയോ എന്ന്, ഞാൻ വെജിറ്റേറിയനാണ്. അപ്പൊ പക്ഷെ അവർ തരുമ്പം കഴിക്കാതിരിക്കാൻ പറ്റില്ല, ഇല്ല രാഹുൽ കഴിക്കരുത്. അപ്പം സന്തോഷ് പണ്ഡിറ്റ് ജിയുടെ വളരെ ഒരു കൺസർവേറ്റീവ് ഫേസും GS പ്രദീപ് ജിയുടെ മറ്റൊരു മുഖവും എൻ്റെ മറ്റൊരു മുഖവും, അല്ലെങ്കിൽ നമ്മുടെ സിന്ധു ജോയുടെ മറ്റൊരു മുഖവും, അങ്ങനെ അല്ലെങ്കിൽ ഡാലു എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയ ഡാലു ആദ്യം വിചാരിച്ചത് ഞാനും ഡാലുവും ഭയങ്കര ശത്രുക്കളാവുമെന്നാണ്. ഞാൻ കുറച്ചൊരു കൺസർവേറ്റീവ് ലൈനും ഡാലു ഒരു ലിബറൽ അങ്ങനത്തെ ഒരു സാധനമാണ്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ജെല്ലിങ് ആയി. ഞാൻ ഇപ്പോഴും ഡാലു ബേബി എന്ന് വിളിക്കുന്ന ഇതിലാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫിലെ ഒരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വിമർശനങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷെ എനിക്ക് ഒരു കുറ്റബോധവുമില്ല. ഇനിയൊരു അവസരം മലയാളി ബസ്സിൽ പോകാൻ കിട്ടിയാലും ഞാൻ പോകും. ഞാൻ ഹൈദരാബാദിലെ ദസ്പല്ല എന്ന ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. നാഗാർജുനയുടെ സ്റ്റുഡിയോയിലായിരുന്നു സംഭവിച്ചത്. ഞാൻ വീണ്ടും ഹൈദരാബാദിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം പോയി. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഉള്ളതാണ്. അതുകൊണ്ട് വിമർശനങ്ങളെ അംഗീകരിക്കുന്നു, പക്ഷെ ഐ ആം വെരി ഹാപ്പി വിത്ത് മലയാളി ഹൗസ്. അപ്പോ അന്നത്തെ ആദ്യം ലക്ഷ്മണരേഖ ക്രോസ് ചെയ്തത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഇന്നിപ്പോ റിഗ്രറ്റ് ചെയ്യുന്നില്ല? അല്ല, അങ്ങനെയല്ല. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ചില രേഖകള് ഇന്നത്തെ യാഡ്സ്റ്റിക്സിലോ ക്രോസ് ചെയ്തു എന്നൊക്കെ പറയാം. എനിക്ക് ചാനലിന്റെ പേര് പറഞ്ഞതിന് പ്രശ്നമൊന്നുമില്ല. ഹാഷ്മി ഒക്കെ, നമ്മുടെ ഫ്ലവേഴ്സിലെ ഹാഷ്മി ഒക്കെ, ഞാൻ ഇങ്ങനെ 5 ഡയലോഗായിട്ട് ഹണി റോസിനെ ഇങ്ങനെ പറയാൻ ഹാഷ്മി പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഒരു ക്ലിപ്പ് കാണിക്കാം. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇവർ തമ്മിലുള്ള ഫൈറ്റ് ക്ലിപ്പാണ്. ഹാഷ്മി പണ്ടത്തെ ഏതോ ക്ലിപ്പൊക്കെ എടുത്ത് കാണിച്ച് ഞാൻ പറഞ്ഞു ഹാഷ്മി അതായത് യൂട്യൂബ് ബ്രൂട്ടസ്. ആ വിമർശനങ്ങളെ ബഹുമാന പുരസ്സരം ഉൾക്കൊള്ളുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇനി ബിഗ് ബോസിൽ വിളിച്ചു കഴിഞ്ഞാൽ പോവാൻ റെഡിയാണ്. അതെ, സത്യം പറയാലോ അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഈ ബാക്കിയുള്ളവർക്ക് ഒരു വിഷയം മനസ്സിലാവില്ല. പക്ഷേ ഇതുപോലെ ഹൈപ്പറായിട്ട് നിൽക്കുന്ന രാഹുലിനെ കംപ്ലീറ്റ് ആയിട്ട് പൂട്ടി ലോക്ക് ചെയ്തിടുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ അവിടെ? സത്യം പറയാലോ, ഞാനത് ആത്മാർത്ഥമായി തുറന്നു പറയുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ നമുക്കറിയാത്തൊരു നമ്മളെ നമ്മൾ കണ്ടെത്തും. അതായത് TV ഇല്ല, ഫോണില്ല, മൊബൈലില്ല, ഇന്റർനെറ്റ് ഇല്ല, ചെയ്യാനൊന്നുമില്ല. ആ 100 ദിവസം ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ചിലപ്പം കിടക്കുന്ന വിഷമം, ദേഷ്യം, അസൂയ, സന്തോഷം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വരും. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ കണ്ടെത്തിയതിൽ ഒരുപാട് വലിയ പങ്ക് മലയാളി ഹൗസിനുണ്ട്. കാര്യം എനിക്കിങ്ങനെ ചില ആസ്പെക്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്ന് പലപ്പോഴും അത് വലിയൊരു റെവലേഷനാണ്. അപ്പൊ തരികട സാബു നമ്മുടെ ഫസ്റ്റ് ബിഗ് ബോസിൽ പോയി വിന്നറായിട്ട് വന്നപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ട് ആദ്യം നന്ദി പറഞ്ഞ ആൾക്കാരിലൊന്ന് എന്നോട്. സ്ത്രീകളുടെ വസ്ത്രധാരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുള്ള രാഹുലിന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും നേരിട്ടിട്ടുള്ള വിയോജിപ്പുകളും വിമർശനങ്ങളും പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? 2 കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്യുന്നതും മറ്റു ചെയ്യുന്നതും. ഞാനും ഹാഷ്മിയും കൂടുള്ള തർക്കം ഇന്ത്യയിലെ നമ്പർ 1 ട്രെൻഡിങ് ആയി ഒരു ദിവസത്തേക്ക്. അതായത് കേരളത്തിലല്ല, യൂട്യൂബ് ഇന്ത്യയിലെ നമ്പർ 1 ട്രെൻഡിങ് ആയി. താഴെ ഒരു 10,000-11,000 കമന്റ് വന്നു. 99.99% ആൾക്കാരും പറയുന്ന ലൈൻ രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, രാഹുലിന്റെ പല കാര്യങ്ങളോടും എതിർപ്പുണ്ട്, ഈ കാര്യത്തിൽ യോജിപ്പുണ്ടെന്നാണ്.
രാഹുൽ ഈശ്വർ പറയുന്നതിനെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്നു, രാഹുൽ ഈശ്വർ ശരിയാണെന്നോ അല്ല. രാഹുൽ ഈശ്വർ പറയുന്ന പല കാര്യങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ്. പക്ഷെ ഈ കാര്യം ശരിയാണെന്നുള്ളതാണ്. അത് ആ പോയിന്റ് സത്യമാണ്. ഞാൻ ഇനിയും വളരെ ബഹുമാന പരിസരം പറഞ്ഞോട്ടെ. ഒരു സൈഡിൽ ഹണി റോസ്, ഒരു സൈഡിൽ നമ്മുടെ സർവശക്തനായ മുഖ്യമന്ത്രി, വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, നാട്ടിലെ 99% മാധ്യമങ്ങൾ, പോലീസ്, എല്ലാവരും നിന്നിട്ടും ഞാൻ അടക്കമുള്ളവർക്ക് പറഞ്ഞ അഭിപ്രായത്തിന് മേൽക്കൈ നേടിയത് നമ്മൾ പറയുന്നതിൽ സത്യമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി, മുഖ്യമന്ത്രി, ഹണി റോസ്, സിനിമ എന്ന് പറയുന്ന പ്രസ്ഥാനം, അല്ലെങ്കിൽ പോലീസുകാർ, യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും എനിക്കെതിരെ കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും നോക്കിയാൽ നമ്മൾ പറയുന്ന നിലപാടിനൊരു മേൽക്കൈ പോസിറ്റീവ് കിട്ടുന്നത് 75 to 90% നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകുന്നത് എൻ്റെ മെച്ചമല്ല, നമ്മൾ പറയുന്ന നിലപാടിൻ്റെ സത്യസന്ധത കൊണ്ടാണ്. അതുണ്ട് ഒരുപാട് രണ്ട് സൈഡിൽ നിന്നും ട്രോള് കേൾക്കാറുണ്ട്, രണ്ട് സൈഡിൽ നിന്നും ചീത്ത കേൾക്കാറുണ്ട്. അതിന്റെ എന്താ ഈ റിസൾട്ട് കാര്യങ്ങളൊക്കെ എന്നത്തേക്കാണ് അതിന്റെ ഫൈനൽ വിധിയും? അറിയില്ല. കുറച്ച് ഞാൻ സർപ്രൈസ്ഡ് ആയി. കേരള പോലീസ് എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് കോടതി കൊടുത്തു എന്നുള്ളത്. ഞാനിപ്പം തമാശക്ക് പറയാണ്, രമ്യയായിട്ട് പറയാണ്, എന്നെ അറസ്റ്റ് ചെയ്യൂ ഭരതനസൈ എന്ന് പറഞ്ഞാൽ നിൽക്കുകയായിരുന്നു. പക്ഷേ പോലീസുകാർ അറസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, പ്രശ്നമില്ല. രാഹുലിന് ഷോക്കായോ അങ്ങനെ വന്നപ്പോ? ശരിക്കും പറഞ്ഞാല് ഞാൻ ആദ്യം വിചാരിച്ചത് മുൻകൂർ ജാമ്യം ഒന്നും അതിന് കൊടുക്കണ്ട, നമുക്ക് കറേജസ് ആയി നേരിടാന്നാണ്. അന്ന് മോന്റെ യാഗിന്റെ 8ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ യാഗിന്റെ ഒരു 10 ഫ്രണ്ട്സോളം വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു പാർട്ടി. അന്ന് ഉച്ചയ്ക്കാണ് ഈ ചാനലുകൾ പരാതി വന്നു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ എറണാകുളത്ത് ഹൈക്കോടതിയിൽ നമ്മൾ മുൻകൂർ ജാമ്യം മൂവ് ചെയ്തത്. പക്ഷേ ഞാൻ വിചാരിച്ചു പോലീസ് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു വാക്കെടുത്ത് വെച്ച് മോശം പറഞ്ഞു എന്ന് പറയുന്നു. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പോലീസ് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു. എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ അവസാന ദിവസം പോലീസുകാർ തടഞ്ഞപ്പോൾ DSP SP വന്നു. ഞാൻ പുള്ളിയോട് തമാശയ്ക്ക് പറഞ്ഞു, സീരിയസ് ആയിട്ടല്ല സാറേ, തടയുന്നതൊക്കെ കൊള്ളാം, നാളെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാലും ഞങ്ങളൊക്കെ കാണും, കൂടുതലാരും കാണില്ല. പുള്ളി ചിരിച്ചുകൊണ്ടൊക്കെ പോയി. അപ്പോ ഈ നിൽക്കുന്ന പലർക്കുമേ ഞാൻ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നുണ്ട്. അവർക്ക് വെളിയിൽ അത് പറഞ്ഞാൽ അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, അത് ഫാഷണബിൾ അല്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെയുള്ള ഒരു തോന്നലാണ് പല ആൾക്കാർക്കും. അവരെല്ലാം മനസ്സിൽ സീക്രട്ടീവായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇവൻ പറയുന്നത് ശരിയാണ്, നിന്റെ നിലപാട് ജയിക്കണം, പക്ഷെ ഞങ്ങൾ വെളിയിൽ വരുമ്പോൾ നീ മോശമാണെന്ന് പറയുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പൊതുവേ ഈ വിഷയത്തില് ഒരുപാട് പേര് അങ്ങനെ വ്യക്തിപരമായി എന്നെ വിളിച്ചിട്ട് രാഹുൽ ഈശ്വർ പറയുന്നത് വളരെ കറക്റ്റ് ആണ്, ഒരു സെൻസ് ഓഫ് ബാലൻസ് വേണം. എന്നാൽ നമ്മൾ താലിബാൻ ഒന്നുമല്ല, എന്നാലും ഒരു ബാലൻസ് വേണം എന്ന് പറഞ്ഞു കഴിയും. വെളിയിൽ വരുന്ന എന്ത് പറയുന്ന അറിയാമോ, മോശമാണെന്ന് പറയുകയും ചെയ്യും. ഞാൻ പറയും ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഒരു റിലേഷൻ, അത് ജെനുവിനായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അവർക്കത് പറയേണ്ടി വരുന്നത് അവർ നിൽക്കുന്ന സ്പേസും മറ്റും അങ്ങനെ ആയതുകൊണ്ടാണ്. അവരുടെ കുറ്റമല്ല, അത് ഓരോരുത്തരുടെയും അവർ നിൽക്കുന്ന സ്പേസ്, അവർ നിൽക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്റെ സുഹൃത്ത് നാഷ് വളരെ ജെനുവിൻ ആയിട്ട് പറഞ്ഞാണ്, രാഹുൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പക്ഷെ എനിക്ക് രാഹുലിനോടല്ല യോജിപ്പ്, എനിക്ക് ഹണി റോസിനോട് യോജിപ്പാണ്. അങ്ങനെ ജെനുവിൻലി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എന്താ അറിയാമോ, നമ്മുടെ നാട്ടിലെ എത്രയോ, നമ്മുടെ അഭിമാനമായി മാറി എത്രയോ അഭിനേത്രികളുണ്ട്. നമ്മുടെ ശ്രീമതി ശോഭനയുണ്ട്, ശ്രീമതി മഞ്ജു വാര്യരുണ്ട്, ശ്രീമതി കാവ്യ മാധവനുണ്ട്. ഇവരും ഒക്കെ ഇനോഗ്രേഷൻ പോകുന്നതാണല്ലോ, അല്ലെങ്കിൽ ഇവരും ഒക്കെ പൊതുപരിപാടിക്ക് പോകുന്നതാണല്ലോ. നമ്മൾ ആദ്യമായിട്ടൊന്നും ഒരു അഭിനേത്രി വരുന്നത്. അപ്പം ചില കാര്യങ്ങളിൽ ഒരു മിതത്വവും മാന്യതയും വേണമെന്ന് അതിലൊരു കൗതുകം കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും, പരിശുദ്ധ ഖുറാനോ വിശുദ്ധ ബൈബിളോ ഭഗവത്ഗീതയോ ഒക്കെ എടുത്താൽ രസകരമായ ഒരു സാധനമുണ്ട്. ആദ്യം പറയുന്നത് ആണിന്റെ കണ്ണിന് മിതത്വം വേണമെന്നാണ്. രണ്ടാമതേ പറയുന്നുള്ളൂ സ്ത്രീയുടെ വസ്ത്രത്തിന് മിതത്വം വേണമെന്ന്. എന്ന് പറഞ്ഞാൽ ആണിന്റെ കണ്ണിനൊരു മിതത്വത്തിന് ആവശ്യമുണ്ട്. ഞാൻ അതിന്റെ ഒരു 30 സെക്കൻഡ് എടുത്ത് അതിന്റെ ഒരു സയന്റിഫിക് പോയിന്റ് കൂടെ പറയാം. അതായത് പുരുഷന്റെ സെക്ഷുവാലിറ്റി കൂടുതൽ വിഷ്വലാണ്, സ്ത്രീയുടെ സെക്ഷുവാലിറ്റി കൂടുതൽ മെന്റലാണ്. പുരുഷന്റെ സെക്ഷുവാലിറ്റി കൂടുതൽ വിഷ്വൽ സ്റ്റിമുലൈ ആണ്, സ്ത്രീയുടെ സെക്ഷുവാലിറ്റി കൂടുതൽ സൈക്കോളജിക്കൽ സ്റ്റിമുലൈ ആണ്, അല്ലെങ്കിൽ മെന്റൽ സ്റ്റിമുലൈ എന്ന് പറയും. ഇത് 100 കണക്കിന് പഠനം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഉദാഹരണം, പോണോഗ്രഫി, എറോട്ടിക്ക കോണ്ടന്റിന്റെ കൺസംഷനിലൊക്കെ അവർ കാണുന്ന നേച്ചർ ഓഫ് എറോട്ടിക്ക പോലും ഒരുപാട് വ്യത്യാസമാണ്. അപ്പം പുരുഷന്റെ ഈ വിഷ്വൽ സ്റ്റിമുലൈ അതാണ് ഈ മെയിൽ ഗെയ്സ് എന്ന് പലപ്പോഴും പറയുന്നത്. ഈ മെയിൽ ഗെയ്സ് എന്ന് പറയുന്നത് അതായത് അത് തെറ്റാണ് കേട്ടോ. അതായത് നെഗറ്റീവ് അർത്ഥത്തിൽ നോക്കുന്നത് തീർച്ചയായും തെറ്റാണ്. അപ്പം നമ്മൾ നമ്മുടെ സഹോദരിമാരോടും സുഹൃത്തുക്കളോടും പറയുന്നത് നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി വരണം. പക്ഷെ അതിന് ചില അതിർവരമ്പുകൾ വെക്കുന്നതിൻ്റെ കാരണം മറുഭാഗത്ത് നിൽക്കുന്നവൻ ചിലപ്പം പെർവേർട്ടായിരിക്കും, മോശക്കാരനായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇതിനോടും കൂടി മൈൻഡ്ഫുള്ളായി നിങ്ങൾ നിൽക്കണമെന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ ഇരിക്കുന്ന പലരുടെയും പ്രശ്നം ഇതങ്ങ് കണ്ണടച്ചിരുട്ടാക്കും. ഇതങ്ങ് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് അങ്ങനെയൊന്നും അല്ല എന്ന് പറയും. എല്ലാവർക്കും അറിയാം അതല്ല സത്യമെന്ന്. ഇപ്പം വേറെ നടിമാരുടെ ഒന്നുമല്ല, ഒരു എക്സാമ്പിൾ എടുത്ത് പറയാനാണ്. നമ്മുടെ സണ്ണി ലിയോൺ കൊച്ചി വന്നപ്പോൾ ആ ദിവസം പെട്ടുപോയൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് എനിക്കൊരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, മുമ്പിലോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ വെച്ചു ജനസാഗരം, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ വല്ലതും വന്നു എന്ന് വിചാരിച്ചു. സണ്ണി ലിയോൺ വന്നാണെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. സണ്ണി ലിയോൺ വന്നപ്പം ഓടിക്കൂടി ആൾക്കാർ സണ്ണി ലിയോന്റെ പ്രഭാഷണം കേൾക്കാൻ വന്നതാണോ? അതായത് സണ്ണി ലിയോൺ നമ്മുടെ സുകുമാർ അഴീക്കോടിന്റെ വേദാന്ത ദർശനം പറയുമെന്ന് വിചാരിച്ചൊന്നും അല്ലല്ലോ വരുന്നത്.
അപ്പൊ അത് വരുന്നതിന്റെ പിന്നിൽ ഇക്കിളിപ്പെടുത്തലും ടിറ്റിലേഷനും കോമഡി പറയുകയും നെഗറ്റിവിറ്റി പറയുകയും ഒക്കെ ചെയ്യുന്നതല്ലേ. അപ്പം അവർ മോശമായ ഡ്രസ്സിലൊന്നും അല്ല, പക്ഷെ പറഞ്ഞത് ഇത് ഒരു ഓവറോൾ സെൻസ് ഓഫ് ബാലൻസ് വേണം. നേരെ തിരിച്ചത് എക്സ്ട്രീമിലേക്കും പോകണ്ട. അതായത് ഈ രണ്ടിന്റെ ഇടയ്ക്കൊരു മധ്യപാത, മിഡിൽ ഗ്രൗണ്ട് ഉണ്ടാകണം. ആ മിഡിൽ ഗ്രൗണ്ട് ആണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഇന്ന് മറുവശം എന്ന് പറഞ്ഞാൽ 2 or 3 വയസ്സുള്ള കുട്ടികളെ പോലും 80 വയസ്സുള്ള സ്ത്രീയെ പോലും പീഡിപ്പിക്കുന്ന പെർവേർട്ടുകൾ ഈ നാട്ടിലുണ്ട്. അപ്പോ അത്രയും പെർവേർട്ട് ഉള്ള നാട്ടിൽ കുറച്ചുകൂടെ സൂക്ഷിച്ച്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിൾ ഡ്രസ്സിങ് വേണമെന്നുള്ള ലിമിറ്റഡ് പോയിന്റ് ആണ് പറയുന്നത്. ഇത് എല്ലാവരുടെയും ഉള്ളിലുണ്ട്, പലർക്കും പറയാൻ പേടിയാണ്. ഇത് എല്ലാവരുടെയും മനസ്സിലുണ്ട്, അത് പക്ഷേ പറയാൻ ചിലപ്പോൾ നമുക്ക് പേടിയാണ്. അത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് പൊതുജനത്തിന്റെ ഭാഗത്തുനിന്ന്, സ്ത്രീജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ സപ്പോർട്ട് കിട്ടിയത്.